ഹലോ, നമുക്കിന്ന് റവ കൊണ്ടൊരു കേസരി ഉണ്ടാക്കിയാലോ. റവ കൊണ്ടാണ് കേസരി ഉണ്ടാക്കുന്നത്. 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്, 1 കപ്പ് പഞ്ചസാര, അണ്ടിപ്പരിപ്പ്, മുന്തിരി, നെയ്യ്, ഏലക്ക, ഇത്രയും സാധനമാണ് വേണ്ടത്. ഫുഡ് കളർ കൂടി വേണം കേട്ടോ. ഫുഡ് കളർ ഇല്ലയെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചാൽ മതി. 1 കപ്പ് റവ എടുക്കുമ്പോൾ അതേ സെയിം അളവിൽ തന്നെ 1 കപ്പ് പഞ്ചസാരയും വേണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തെടുക്കാം. ഈ നെയ്യിലിട്ട് തന്നെ നമുക്ക് റവയൊന്ന് വറുത്തെടുക്കാം. വറുത്ത റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നാലും ജസ്റ്റ് ഒന്ന് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ 1 കപ്പ് റവ എടുക്കുകയാണെങ്കിൽ അതിന് 2.25 കപ്പ് വെള്ളമാണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത്. ഒരു പാത്രം എടുത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഒരു ലേശം ഉപ്പ് ഇട്ട് കൊടുത്ത് ഫ്ലേവറിന് വേണ്ടി ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫുഡ് കളർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. വെള്ളം നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കാം. റവ പെട്ടെന്ന് തന്നെ വെള്ളം വലിച്ചെടുക്കും. മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇത് ചെയ്യേണ്ടത്. കട്ട പിടിക്കാത്ത രീതിയിൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ടൈറ്റായി വരുന്ന ടൈമിൽ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. ഈ പഞ്ചസാര 2 വട്ടമായിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ആദ്യം കുറച്ച് പഞ്ചസാര ഇടാം. എന്നിട്ട് നല്ലതുപോലെ നമുക്ക് ഇളക്കാം. നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. പഞ്ചസാര ഇതിനോട് നല്ല അലിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഈ അലിഞ്ഞ് ചേരുമ്പോഴത്തേക്ക് നല്ല ലൂസാവും. നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. അടി പിടിക്കാതെ ഇളക്കണം. പിന്നെ ഇത് ടൈറ്റാവും. ഈ ടൈറ്റായി വരുന്ന ടൈമിൽ മറ്റേ പഞ്ചസാരയും കൂടി ഇങ്ങനെ തട്ടിയിട്ട് കൊടുത്ത് ഇളക്കാം നമ്മൾ. കണ്ടോ, നല്ല ലൂസായി വന്നിട്ടുണ്ട്. ഇതിനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ടൈറ്റാക്കി എടുക്കാം. കുറച്ച് നെയ്യും കൂടി
ഒഴിച്ച് കൊടുക്കണം. ഇതാ കണ്ടോ, ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നത് കണ്ടോ, ഇതാണ് പരുവം. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിടുക. അപ്പോൾ നമ്മുടെ കേസരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അത് ഈ ചൂടോടുകൂടി തന്നെ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കേസരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. ഇനി കുറച്ച് ലുക്കിന് വേണ്ടി നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ വെച്ച് കൊടുക്കാം. നമ്മുടെ റവ കേസരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അഭിപ്രായം കമൻറ്റായും രേഖപ്പെടുത്തണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ.